ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സെറ്റ് ജൂലൈ 2025 പരീക്ഷയ്ക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെറ്റ് ജൂലൈ 2025 എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. സെറ്റ് ജൂലൈ 2025 രജിസ്റ്റർ ചെയ്യേണ്ട രീതി. സെറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷാപൂർവ്വവും ഫീസും ഓൺലൈൻ മുഖേന നൽകേണ്ടതാണ്. പരീക്ഷാ ഫീസ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുഖാന്തിരമോ കൂടാതെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റു രീതികൾ മുഖേനയോ എടുക്കാവുന്നതാണ്. ജനറൽ വിഭാഗക്കാർക്ക് 1300 രൂപയും SC/ST ഡിഫറൻ്റ്ലി ഏബിൾഡ് വിഭാഗക്കാർക്ക് 750 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ ഫീസിന് ബാധകമായ GST, പ്രോസസ്സിംഗ് ചാർജ് എന്നിവ അപേക്ഷാർത്ഥികൾ നൽകേണ്ടതാണ്. ഫീസ് ഒടുക്കേണ്ട രീതി. അപേക്ഷാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രമേ ഫീസ് ഒടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെക്കായോ മണി ഓർഡറായോ പണമായോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ഫീസ് സ്വീകരിക്കുന്നതല്ല. ഒരു പ്രാവശ്യം ഒടുക്കിയ ഫീസ് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ഓൺലൈൻ രജിസ്ട്രേഷനു വേണ്ടിയുള്ള നടപടിക്രമം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൽ കാണുന്ന ഓൺലൈൻ സർവീസിലെ സെറ്റ് ആൻഡ് അതർ എക്സാംസ് തിരഞ്ഞെടുക്കുക. അതിൽ സെറ്റ് ജൂലൈ 2025 ക്ലിക്ക് ചെയ്യുക. ഒന്നാം ഘട്ടം മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ആദ്യപടിയായി അപേക്ഷാർത്ഥിയുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ സ്ഥിരീകരണത്തിനായി ഒരു OTP വൺ ടൈം പാസ്വേഡ് ആ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്നതാണ്. രണ്ടാം ഘട്ടം അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക. അപേക്ഷാർത്ഥികളുടെ വ്യക്തിഗതവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വയ്ക്കുക. മൂന്നാം ഘട്ടം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നാലാം ഘട്ടം ഓൺലൈനായി ഫീസ് ഒടുക്കുക. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റു രീതികൾ മുഖേനയോ അപേക്ഷാർത്ഥികൾ ഫീസ് ഒടുക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം ഒടുക്കിയ ഫീസ് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. അഞ്ചാം ഘട്ടം അപേക്ഷയുടെ പ്രിൻ്റ് എടുക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 ഘട്ടവും പൂർത്തിയാക്കിയാൽ മാത്രമേ അപേക്ഷാർത്ഥികൾക്ക് അവരുടെ പൂരിപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്ക്രൈബിൻ്റെ സേവനം ആവശ്യമുള്ള ഭിന്നശേഷിക്കാർ മാത്രം അപേക്ഷയുടെ പ്രിൻ്റ് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം LBS സെൻ്ററിലേക്ക് അയയ്ക്കുക. സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞ അപേക്ഷ തിരുത്തുവാനുള്ള വ്യവസ്ഥ. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസത്തിനു ശേഷം 3 ദിവസം പ്രസ്തുത അപേക്ഷയിൽ തിരുത്തൽ വരുത്തുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം യാതൊരു കാരണവശാലും തിരുത്തലുകൾ അനുവദനീയമല്ല. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.